ഹായ്. നമ്മളിങ്ങനെ ഇപ്പോൾ കുറേ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ് ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് എന്താണ് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ്, ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എന്താണ് ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് എന്നും അതെങ്ങനെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഈ ഒരു ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സിനെ കസ്റ്റം ഇമെയിൽ അഡ്രസ്, ബിസിനസ് ഇമെയിൽ അഡ്രസ്, പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും എന്താണ് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്? ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. അതായത് ജിമെയിലിൽ നിന്നും യാഹുവിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷമീർ ഉമർ 123@gmail.com. അതുപോലെ നിങ്ങളുടെ പേരിലൊക്കെ നിങ്ങൾക്ക് ജിമെയിൽ അല്ലെങ്കിൽ യാഹുക്ക് കുറേ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ജിമെയിൽ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ജിമെയിലിൽ, അതായത് ഗൂഗിളിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമെയിൽ അഡ്രസ്സാണ്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡിന് ബിഹാഫ് ചെയ്യുമ്പോൾ, ഒരു കമ്പനിന് ബിഹാഫ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരു ഡൊമൈൻ ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് വേണം. അതായത് നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഡൊമൈൻ നെയിം മേടിക്കും. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ Amazon.in, Google.com. ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡൊമൈൻ നെയിം മേടിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ്റെ പേര് elenglamstudio.com എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കുന്ന സമയത്ത് elenglamstudio.com എന്ന് അവസാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്. ഫോർ എക്സാമ്പിൾ contact@elenglamstudio.com അല്ലെങ്കിൽ shamir@elenglamstudio.com. ഇതുപോലെ ഡൊമൈൻ നെയിമിന് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിനെയാണ് നമ്മൾ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ആക്ച്വലി ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അസ്യൂം ചെയ്യുക നിങ്ങൾക്കൊരു ഇമെയിൽ വന്നു. അതായത് ആമസോണിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഫോൺ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വന്നു. അതിൽ ആമസോണിൻ്റെ ലോഗോ ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളാകെ എക്സൈറ്റഡ് ആയി, ഐഫോൺ അടിച്ചല്ലോ. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരാണ് ഈ ഇമെയിൽ അയച്ചിട്ട്, ആരാണ് സെൻഡർ എന്ന് നോക്കാം. സെൻഡറിന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കണ്ടു luckydraw@amazon@gmail.com. അത് കണ്ട വയ്ക്കണേ നിങ്ങൾ ആലോചിക്കണം, ഇത് സ്കാമാണ്, ഫേക്കാണ്. എന്താണ് കാരണം? ഇതാർക്കും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ luckydraw@amazon@gmail.com എന്നുള്ളതും iPhone price@gmail.com എന്നുള്ളതൊക്കെ ആർക്കും ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? ഇത് പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സാണ്. പക്ഷേ ആമസോണിൽ നിന്നൊരു ഇമെയിൽ വരികയാണെങ്കിൽ Amazon.in എന്ന് വെച്ച് അവസാനിക്കുന്ന ഇമെയിൽസ് ആയിരിക്കും അത്. കാരണം അവരുടെ ഡൊമൈൻ നെയിം Amazon.in എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് customer_care@amazon.in അങ്ങനെയൊക്കെ ഇമെയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ട്രസ്റ്റാണ്. അതായത് ഈ ഡൊമൈൻ ഓണർഷിപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ലാസ്റ്റ് Amazon.in വെച്ചിട്ട് അല്ലെങ്കിൽ Google.com ലാസ്റ്റ് വെച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരേത്താണോ ആ ഡൊമൈൻ നെയിം ഉള്ളത് അവർക്ക് മാത്രമാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിലൊക്കെ ഇമെയിലിൽ സാധാ ജിമെയിൽ അഡ്രസ്സും യാഹു അഡ്രസ്സൊക്കെ കൊടുക്കുന്നതിൻ്റെ പകരം നമ്മൾ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലയൻസിന് അതൊന്നും കൂടി പ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല നമ്മുടെ ബിസിനസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത്, അതായത് എന്തായാലും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യും. ഇപ്പോൾ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്യുന്ന സമയത്തൊക്കെ ആഡ് അക്കൗണ്ട് വെരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് റിക്വയർമെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓണർ അയാൾ ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുമ്പോൾ സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഡൊമൈൻ നെയിം വേണം. ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ എടുത്തിട്ട് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ടും അതുപോലെ AI ഉപയോഗിച്ചിട്ടൊക്കെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഹോസ്റ്റിംഗ് അറിയുന്നതെന്ന് ഫ്രീ ആയിട്ട് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എലങ്ക്ലാം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ AI വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാം. അതിൽ നമ്മൾ എങ്ങനെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ടൈപ്പ് elenglamstudio.com. ഇപ്പോൾ നിങ്ങളിതിൽ ഫൂട്ടറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസിൽ ഇമെയിൽ കൊടുത്തിട്ടുള്ളത് ഒരു ജിമെയിൽ അഡ്രസ്സാണ്, അതായത് sham.umar1@gmail.com. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം അത് വളരെ അൺപ്രൊഫഷണലാണ്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഒരു ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റിംഗറിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഡൊമൈനും ഹോസ്റ്റിംഗറും വാങ്ങിച്ചിട്ടുള്ളത് ഹോസ്റ്റിംഗറിൽ നിന്നാണ്. അപ്പോൾ ഗോ ടു ഹോസ്റ്റിംഗർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് നിങ്ങൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൊമൈനും ഹോസ്റ്റിംഗൊക്കെ വാങ്ങിക്കാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ജിമെയിലും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങൾക്കിത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇമെയിൽസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ക്ലിക്ക് ഓൺ ഇമെയിൽസ്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലൈം യുവർ ഫ്രീ ഇമെയിൽ എന്നുള്ളത്. അപ്പോൾ അതായത് നിങ്ങൾ നമ്മുടെ ഹോസ്റ്റിംഗ് പ്ലാനിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഫ്രീ ഇമെയിൽ സർവീസാണിത്. ഇതിൽ 1 GB വരെ സ്റ്റോറേജ് നമുക്കുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ 1 GB നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇൻ കേസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറേജ് പോരായ്ക വരികയാണെങ്കിൽ ഈ 25 rupees per month ഉള്ള 10 GB സ്റ്റോറേജ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഫ്രീ പ്ലാൻ എടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ഫ്രീ. ജസ്റ്റ് നിങ്ങൾ ഡൊമൈൻ നെയിം ഒന്ന് കൺഫേം ചെയ്യുക. ക്ലിക്ക് ഓൺ കൺഫേം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് യുവർ 12 months ഫ്രീ ഇമെയിൽ ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ ക്രിയേറ്റ് 2 മെയിൽ ബോക്സസ് ഡ്യൂറിങ് യുവർ ട്രയൽ. ഓക്കെ, 2 ഇമെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഫ്രീ സർവീസിൽ. ദെൻ ക്ലിക്ക് ചൂസ് പേയ്മെൻറ്റ് മെത്തേഡ്. നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, ഫ്രീ ആണല്ലോ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് യുവർ മെയിൽ ബോക്സ് എന്നുള്ളത്. ഇവിടെയാണ് നിങ്ങൾ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് കോൺടാക്റ്റ് എന്നാണ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് elenglamstudio.com എന്ന് കാണാം. അപ്പോൾ contact@elenglamstudio എന്നാവും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരടിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഷമീർ എന്ന് അടിച്ചാൽ ഷമീർ@elenglamstudio എന്നായിരിക്കും എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് കോൺടാക്റ്റ് ആണ്. അപ്പോൾ contact@elenglamstudio എന്ന് ഇമെയിൽ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളൊരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ്. ജസ്റ്റ് ഞാൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ക്ലിക്ക് ക്രിയേറ്റ്. ഓക്കെ, ഇനി താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് അനദർ ഇമെയിൽ ബോക്സ്. നമുക്ക് 2 ഇമെയിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ കോൺടാക്റ്റ് എന്ന് മാറ്റിയിട്ട് കോൺടാക്റ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തല്ലോ. info@elenglamstudio എന്നുള്ള ഒരു ഇമെയിൽ കൂടി ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് 2 ആവശ്യമില്ല, എനിക്ക് 2 വേണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും ഇമെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ പോയാൽ ഇവിടെ എലങ്ലാംസ്റ്റുഡിയോയിൽ മെയിൽ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 ഇമെയിൽ അഡ്രസ്സും ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ info@elenglamstudio.com എന്നുള്ള ഇമെയിൽ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേണ്ടാത്ത ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് contact@elenglamstudio.com ഉണ്ടാക്കൽ കഴിഞ്ഞു. റൈറ്റ്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കി contact@elenglamstudio എന്നുള്ള ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കി. ഇനി സാധാ ഒരു യൂസർ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് മെയിൽ അയക്കുമല്ലോ ഈ ഒരു ഇമെയിൽ അഡ്രസ്സൊക്കെ. അപ്പോൾ സാധാ ഒരു യൂസർ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക, ഇൻബോക്സിൽ എങ്ങനെ വരുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോൺ എടുത്തിട്ട് ഒരു റാൻഡം ഇമെയിൽ അഡ്രസ്സ് ഒന്ന് സാധാ ഒരാളയക്കുന്ന പോലെ നമ്മൾ ഈ പുതിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിലേക്ക് ഒരു മെയിൽ അയച്ചു നോക്കാം. contact@elenglamstudio എനിക്കൊരു മെയിൽ അയക്കാൻ പോവാണ്. ഫ്രമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ backpackttoindia.in@gmail.com. അത് നിങ്ങളൊരു പേഴ്സണൽ ഇമെയിലായിട്ട് കൺസിഡർ ചെയ്യുക. റൈറ്റ്, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വീണ്ടും ഒരു ബിസിനസ് ഇമെയിൽ പോലെ തോന്നുന്നുണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡൊമൈൻ ബേസിൻ്റെ പകരം സാധാ ജിമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റൈറ്റ്, ഇപ്പോൾ നമ്മൾ ഈ ഇമെയിൽ നമ്മൾ contact@elenglamstudio അയക്കാൻ പോവാണ്. ജസ്റ്റ് സെൻഡ് ഇറ്റ്. ഓക്കെ, നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം ഹോസ്റ്റിംഗറിൻ്റെ വെബ് മെയിലിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അടിക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ ഹോസ്റ്റിംഗർ ഇൻബോക്സിൽ വന്നിട്ടുണ്ട് backpack-to-India എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അത് ജിമെയിൽ അഡ്രസ്സാണ്. അതിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള മെയിൽ കാണാൻ പറ്റും. ഹായ്, ജസ്റ്റ് ടെസ്റ്റിംഗ്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവിടെ തന്നെ നമുക്കതിന് റീപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് റിപ്ലൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ റിപ്ലൈ അയക്കേണ്ടത് അത് റിപ്ലൈ ചെയ്യാം. ഹായ്, ഐ ഗോട്ട് ദ ഇമെയിൽ, ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്, താങ്ക്സ്. എനിക്ക് സെൻഡ് വിത്ത് ഹോസ്റ്റിംഗർ മെയിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് സെൻഡ്. അപ്പോൾ നമ്മൾ റിപ്ലൈ അയച്ചു ഹോസ്റ്റിംഗറിന്. ഇനി നമുക്ക് മുന്നേ അയച്ച ആളുണ്ടല്ലോ ഈ backpack-to-India@gmail.com എന്നാണല്ലോ നമുക്ക് ഇമെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് റിപ്ലൈ പോയിട്ടുണ്ടാകുന്ന നമുക്ക് ഫോണിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്, ഇതാ റിപ്ലൈ വന്നിട്ടുണ്ട്. ഹായ്, ഐ ഗോട്ട് ദ ഇമെയിൽ, ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമെയിൽ അയക്കണം വെച്ചെങ്കിൽ ഇവിടെ ക്ലിക്ക് ന്യൂ മെസ്സേജ് അടിക്കുക. നിങ്ങൾ ആർക്കാണ് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾ സാധാ ജിമെയിലിൽ തന്നെ സെൻഡ് ചെയ്യണ പോലെ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ
ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്ത് വന്നത് ഹോസ്റ്റിംഗർ ലോഗിൻ ചെയ്ത് അതിൽ ഇമെയിൽ എടുത്ത് അതിൽ വെബ് മെയിൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇമെയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ദൂരം നിങ്ങൾ വരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വെബ് മെയിലിൻ്റെ ലിങ്ക് ബുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റും. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നേരെ കാണുന്ന സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് മാർക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് മാർക്ക് നെയിം നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ കൊടുക്കുക. ഇവിടെ ഇൻബോക്സ് ഹോസ്റ്റിംഗർ എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബുക്ക് മാർക്സ് ബാറിൽ ഇത് വരാൻ വേണ്ടിയിട്ട് ബുക്ക് മാർക്സ് ബാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഡൺ. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു ടാബ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ബാറിൽ കാണാൻ പറ്റും ഇൻബോക്സ് ഹോസ്റ്റിംഗർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് ഇൻബോക്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആവും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ബേസിക് സാധനം സെറ്റ് ചെയ്ത് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ അയച്ചു നോക്കി, എല്ലാം പെർഫെക്റ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്റ്റിംഗർ മെയിൽ ബോക്സ് വഴി മെയിൽ നമുക്ക് റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ ഇത്രയും മതി. പക്ഷേ ചില ആളുകൾക്ക് എപ്പോഴും റിക്വയർമെൻറ്റ് ഉണ്ടാവും ഹോസ്റ്റിംഗറിൽ മെയിൽ ബോക്സിൽ പോയിട്ട് ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റൊക്കെ പറയും എനിക്ക് ജിമെയിൽ യൂസ് ചെയ്യാൻ അറിയുള്ളൂ എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോസ്റ്റിംഗർ മെയിൽ ബോക്സിൽ വരുന്ന ഇമെയിൽ ജിമെയിലിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ഈ ഹോസ്റ്റിംഗർ മെയിൽ ബോക്സിൽ വരുന്ന ഇമെയിൽ ജിമെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഫോർവേഡേഴ്സ്. ഓക്കെ, ഇവിടെ ടു ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഏത് ജിമെയിൽ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ഫോർവേഡായിട്ട് ഇമെയിൽ കിട്ടേണ്ടത് എങ്കിൽ അത് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഷമീർ നമ്മൾ നേരത്തെ ജിമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്തത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ contact@alenglamstudio.com വരുന്ന എല്ലാ മെയിലും ഫോർവേഡായിട്ട് ഈ sham.umar@gmail.com നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ജിമെയിൽ തുറന്നാലും നമുക്ക് ഈ ഇമെയിലൊക്കെ കിട്ടാൻ പറ്റും. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കൺഫർമേഷൻ ഇമെയിൽസ് ഉണ്ട്. അതായത് sham.umar@gmail.com ഒരു കൺഫർമേഷൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജിമെയിലിൽ പോവാം, കൺഫേം യുവർ ഇമെയിൽ ഫോർവേഡ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ആക്ടിവേറ്റ് ഫോർവേഡ്. ഫൈൻ, ഇപ്പോൾ ഫോർവേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫോർവേഡ് കൺഫർമേഷൻ വാസ് സക്സസ്ഫുൾ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നേരത്തെ പോലെ തന്നെ ഒരു ഇമെയിലിൽ അയച്ചു വെക്കാം. കാരണം നമുക്കിപ്പോൾ എന്താ നോക്കേണ്ടത്, നമ്മൾ ഈ contact@alenglamstudio.com അയക്കുന്ന ഇമെയിൽ ഫോർവേഡായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ജിമെയിലേക്ക് പോകുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് സബ്ജക്റ്റ് കൊടുത്ത് ഓക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഹായ്, ഐ ജസ്റ്റ് വാണ്ട് ടു ചെക്ക് ദ ഇമെയിൽ ഈസ് കമ്മിങ് ടു യുവർ Gmail inbox, thanks, and click send. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇമെയിൽ ഇവിടെ ഹോസ്റ്റിംഗർ ഇൻബോക്സിൽ വന്നിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഹോസ്റ്റിംഗർ ഇൻബോക്സിൽ വെച്ച് നോക്കുന്ന സമയത്ത് യെസ്, ആ ബാക്ക് ടു ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഫോർവേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഇമെയിൽ നമ്മുടെ ഹോസ്റ്റിംഗർ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഫോർവേഡായിട്ട് ജിമെയിൽ വന്നിട്ടുണ്ടെന്നാണ്. ജസ്റ്റ് നമ്മൾ ജിമെയിൽ എടുത്ത് നോക്കാം. ഓക്കെ, ഇൻബോക്സ് ഇല്ല, നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കാം. നോ, ഇൻബോക്സിൽ അങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ സാധാരണ എന്തത് വരാത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് കണക്ട് ചെയ്ത് വയ്ക്കേണ്ടത് നമ്മൾക്ക് ഈ ഫോർവേഡ് ചെയ്ത് വരുന്ന ഇമെയിലൊന്നും ഇൻബോക്സിൽ വന്നോളണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്പാമിൽ പോയി നോക്കാം. ജസ്റ്റ് താഴെ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പാം ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, അതിൽ നമുക്ക് ആ ഫോർവേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഇമെയിൽ ഫോർവേഡായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ റിപ്പോർട്ട് നോട്ട് സ്പാം ക്ലിക്ക് ചെയ്യാം. ദെൻ അത് നിങ്ങളുടെ ഇൻബോക്സിലെത്തും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഇമെയിൽസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻബോക്സിൽ വരൽ തുടങ്ങും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ഫോർവേഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഈ സ്പാം ഫോൾഡറിലൊക്കെ പോയി നോക്കുന്നതല്ലാണ് നിങ്ങളുടെ മെയിലൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ് ഫോർവേഡിങ്. എപ്പോഴും നിങ്ങൾ ഹോസ്റ്റിംഗർ മെയിൽ ബോക്സിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിലൊന്നും മിസ്സാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ഇവിടെ സ്പാം ഫോൾഡറൊക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മെയിൽ ഫോർവേഡായിട്ട് വന്നിട്ടുള്ള മെയിൽ ഉണ്ടല്ലോ, ഈ മെയിലിൽ നിങ്ങൾക്ക് റീപ്ലൈ അയക്കണം. അത് ജിമെയിലിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലൈ അയക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്ലിക്ക് റീപ്ലൈ. ഓക്കെ, ബാക്ക് ടു ഇന്ത്യയാണ് നമുക്ക് ജിമെയിൽ അയച്ചിട്ടുള്ളത്. അവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഹായ്, ഇറ്റ് വർക്ക്സ് ആൻഡ് ക്ലിക്ക് സെൻഡ്. ഇപ്പോൾ നമുക്ക് ഇമെയിൽ വന്നപ്പോൾ, അതായത് നമ്മളെ കസ്റ്റമറാണല്ലോ ഈ ബാക്ക് ടു ഇന്ത്യ ആ ജിമെയിൽ. അപ്പോൾ അയാൾ നമ്മുടെ ഇമെയിൽ തുറക്കുന്ന സമയത്ത് ഫ്രം അഡ്രസ്സിൽ വീണ്ടും sham.umar ഷമീർ ഉമർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം അയാൾ അയച്ചിട്ടുള്ള ഇമെയിൽ ആർക്കാണ് contact@alenglamstudio. പക്ഷേ അയാൾക്ക് റിപ്ലൈ വന്നിട്ടുള്ളത് ഈ sham.umar എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും അൺപ്രൊഫഷണലായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻഡർ ജിമെയിലിന് അയക്കുമ്പോൾ സെൻഡറും ആരാവണം, ഈ alenglamstudio.com ആണ്. അതായത് contact@alenglamstudio എന്ന് വേണം ഈ ഇമെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ജിമെയിലിൽ നിന്ന് എങ്ങനെ ആ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. കറക്റ്റ്.
അപ്പോൾ നമ്മൾ ജിമെയിലിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, വേറെ നമ്മുടെ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ് ജിമെയിൽ സെൻറ്ററിൽ ആഡ് ചെയ്യണം, റൈറ്റ്? അതിനായിട്ട് നമ്മൾ ജിമെയിലിൽ പോവുക. ഇവിടെ ടൂൾസിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ സി ഓൾ സെറ്റിങ്സ്, അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ആഡ് അനദർ ഇമെയിൽ അഡ്രസ് എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ നെയിം എന്നുള്ളടുത്ത് അത് മാറ്റി എന്താ ബിസിനസ് നെയിം എന്താ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ അലങ്ലാം സ്റ്റുഡിയോ എന്ന് കൊടുക്കുന്ന ഇമെയിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് കോൺടാക്റ്റഡ് അലങ്ലാം സ്റ്റുഡിയോ എന്നുള്ള ഇമെയിൽ അഡ്രസ്. ക്ലിക്ക് നെക്സ്റ്റ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് SMTP സെർവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അതുപോലെ പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കിത് എന്താണെന്ന് വലിയ പിടുത്തില്ല, പക്ഷേ ഇത് നമ്മൾ ഹോസ്റ്റിംഗിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം SMTP സെർവർ വേണം, പോർട്ടും വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോസ്റ്റിംഗറിൽ പോവുക. ഹോസ്റ്റിംഗറിൽ കണക്ട് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം SMTP സെർവർ. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക, smtp.hostinger.com എന്നുള്ള കോപ്പി ചെയ്യുക. പോർട്ട് ജസ്റ്റ് 465 അത് നോർത്ത് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ പോയി അത് ഫില്ല് ചെയ്യാം. അപ്പോൾ SMTP സെർവർ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പോർട്ട് 465. ഇനി ഇവിടെ നമ്മൾ യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ പാസ്വേഡ് എന്നുള്ളത് നമ്മുടെ പാസ്വേഡ് അടിക്കുക. അതായത് നമ്മൾ ഹോസ്റ്റിംഗിൽ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും. ആഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺഗ്രാറ്റുലേഷൻ, വി സക്സസ്ഫുള്ളി ലൊക്കേറ്റഡ് യുവർ അതർ സെർവർ ആൻഡ് വെരിഫൈഡ് യുവർ ക്രെഡൻഷ്യൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇവർക്ക് കോൺടാക്റ്റഡ് അലങ്ലാം സ്റ്റുഡിയോയ്ക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആവും. അപ്പോൾ നമ്മൾ നേരെ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻബോക്സ് തുറക്കുക. ജസ്റ്റ് ഇൻബോക്സിൽ പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ജിമെയിലിൽ ഈ കൺഫർമേഷൻ ഇമെയിൽ കാണാൻ പറ്റും. ഒരു കാര്യം നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇമെയിൽ അയച്ചിട്ടുള്ളത്, ഈ കൺഫർമേഷൻ ഇമെയിൽ അയച്ചിട്ടുള്ളത് കോൺടാക്റ്റഡ് അലങ്ലാം സ്റ്റുഡിയോക്കാണ്. അത് ഫോർവേഡായിട്ട് നമുക്കിവിടെ ഇമെയിൽ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ കാരണം എന്താ, നമ്മളവിടെ ഫോർവേഡ് മുന്നേ കൊടുത്ത കാരണമാണ് നമുക്കിവിടെ കിട്ടാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ആൻഡ് കൺഫേം. ഡൺ, കൺഫർമേഷൻ സക്സസ്. ഓക്കെ, ഇനി നിങ്ങൾ ജിമെയിലിൽ പോയിട്ടൊരു ഇമെയിൽ കമ്പോസ് ചെയ്ത് നോക്കൂ. ഇവിടെ ഫ്രമിൻ്റെ അവിടെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ജിമെയിലിന് വേണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ സെൻറ്ററായിട്ട് ആരിനെ ഉപയോഗിക്കാം, ഈ കോൺടാക്റ്റഡ് അലങ്ലാം സ്റ്റുഡിയോ എന്നുള്ള ഇമെയിൽ ഉപയോഗിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ടു ആർക്കാണോ നിങ്ങൾക്ക് ഇമെയിൽ അയക്കേണ്ടത് അവർ അഡ്രസ്സ് കൊടുക്കാം, സബ്ജക്റ്റ് കൊടുക്കാം, നിങ്ങൾ ഇമെയിൽ അയക്കാം. അത്രേ പരിപാടിയുള്ളൂ. നമുക്ക് കാര്യം ചെയ്യാം, നേരത്തെ വന്ന ഇമെയിലൊന്നും കൂടി റീപ്ലൈ അയച്ചു നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ഈ ഹായ് ഇറ്റ് വർക്ക്സ് എന്ന് അയച്ചത് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ് ആണ്. കണ്ടോ, ഇവിടെ സെൻറ്ററിൽ sham@gmail.com കാണുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്ക് ടു ഇന്ത്യക്ക് വീണ്ടും റീപ്ലൈ അയച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ റിപ്ലൈ നമ്മളിവിടെ സ്വിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമുണ്ടോ, കാരണം നമ്മൾ ഓൾറെഡി സെൻറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അയക്കുന്ന മെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കസ്റ്റമറിന് കിട്ടുന്ന സമയത്ത് സെൻറ്ററും നമ്മുടെ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ് തന്നെ ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ജിമെയിലിലേക്ക് റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ഹായ് എവറിത്തിങ് വർക്ക്സ് പെർഫെക്റ്റ് എന്നുള്ളത്. അതിൽ സെൻറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺടാക്റ്റഡ് അലങ്ലാം സ്റ്റുഡിയോ ആണ് സെൻറ്റർ. അപ്പോൾ എവറിത്തിങ് വർക്ക്സ് പെർഫെക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്സ്, ബിസിനസ് ഇമെയിൽ അഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ശരിക്കും നിങ്ങളൊന്നും കൂടി ഒരു നെക്സ്റ്റ് ലെവലിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ വർക്ക് സ്പേസ് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഗൂഗിൾ വർക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഡൊമൈൻ ബേസ്ഡ് ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ബൈ, താങ്ക് യു.